എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പം കാപ്പിമലയാണ്. ഹൈ റേഞ്ചിൽ ചെവിയൊക്കെ അടഞ്ഞു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് കണ്ടോ, നല്ല കിടു വ്യൂ ആണ് കാപ്പിമല ഹൈ റേഞ്ചിൽ. അങ്ങോട്ടൊക്കെ അതിൻ്റെ ആ സൈഡ് കർണാടക ബോർഡറായിട്ടാണ് വരുന്നത്. അതിൻ്റെ ആ സൈഡ് ഇത് നേരെ കാപ്പിമല. ഇത് ശരിക്കും പറഞ്ഞാൽ കാപ്പിമല ടൗണിൽ നിന്നാണ്, താഴെയാണ് കാപ്പിമല ടൗണിൽ നിന്ന് പൈതൽമല റൂട്ടാണ്. കാപ്പിമല ടൗണിൽ നിന്ന് നേരെ പൈതൽമലയിലോട്ട് പോകും. ആ ഒരു സൈഡ് അവിടെ ആയിട്ട് കർണാടക ബോർഡറുണ്ട്. ഇത് കാപ്പിമല വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാപ്പിമലയ്ക്ക് തന്നെ ഒരു വ്യൂ പോയിൻ്റ് എന്ന രീതിയിലില്ല. ഈ കാപ്പിമലയിൽ നിന്ന് പൈതൽമലയിലോട്ട് പോകുമ്പോൾ റോഡ് സൈഡ് കാണുന്നതാണ് സ്ഥലം. ശരിക്കും പറഞ്ഞാൽ കാപ്പിമലയും പൈതൽമലയും രണ്ടാണ്. കാപ്പിമല ഒരു സ്ഥലവും ഈ പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമമാണ്. പൈതൽമല എന്ന് പറയുന്നത് മുകളിലുള്ള മലയാണ്. കുറച്ച് പേര് അങ്ങനെ ഒരു കാപ്പിമല എന്ന് പറഞ്ഞ് പൈതൽമല കയറുമ്പോഴത്തേക്കും കാപ്പിമല എന്ന് പറയുന്നുണ്ട്. അത് പൈതൽമല അതിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമമാണ് കാപ്പിമല എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തികച്ചും എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്ത് ഏകദേശം ഒരു 1930 to 70 കാലഘട്ടത്തിലാണ് ഇങ്ങോട്ട് ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരും കുടിയേറ്റം വഴി മലബാർ കുടിയേറ്റത്തിലോട്ട് അങ്ങനെയാണ് ഇവിടെ ചേക്കേറിയത്. അങ്ങനെയുള്ളവർ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പാലാകോട്ടയം ആ ഒരു സൈഡിൽ നിന്ന് അന്ന് ആ ഒരു കാലഘട്ടത്തിലോട്ട് ഇവിടെ വന്ന് ഏറ്റവും കൂടി അങ്ങനെ കുറേ ആയതാണ് ഈ ഒരു മേഖലയിലുള്ളത്. ഇവിടെ വന്നു. ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഇതും. അപ്പം അവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ കൃഷി ഭൂമിയായിട്ട് ഒന്നുമില്ലായിരുന്നു. ഇവർ ഇവിടെ വന്നിട്ട് അതിന് ശേഷമാണ് കാപ്പിമലയിലുള്ള ജനങ്ങൾ കൃഷിയായിട്ടും ഫുള്ള് പ്ലാന്റേഷനാണ്. ഇവിടെ ഫുള്ള് വാഴത്തോട്ടം കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പം പോയതാണ് ഫുള്ള് കൃഷി. മുകളിലോട്ടൊക്കെ ഫുള്ളും കൃഷി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ശരിക്കും എന്താ പറയുക, ഒരു തൊട്ട് സൈഡ് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വന്യജീവിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ പിടിച്ച് നിന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ നിന്നത്. ഇങ്ങോട്ടൊരു കാപ്പിമല വരെ ഒരു കുറച്ച് ബസ് സർവീസൊക്കെ ഉണ്ട്. KSRTC ഉണ്ട് ആലക്കോട് നിന്ന്. കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 50-53 കിലോമീറ്ററോളം കാപ്പിമലയ്ക്കുണ്ട്. പിന്നെ ആലക്കോട് നിന്ന് ഏകദേശം ഒരു 5 to 6 കിലോമീറ്ററും കാപ്പിമലയ്ക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് വരുവാണെങ്കിൽ അത്രയും നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഉണ്ടാവുക. ഈ കാണുന്ന ഫുള്ളും അവിടെ നിങ്ങൾക്ക് ചീക്കാട് പള്ളി കാണാം. ആ കാണുന്നതാണ് ചീക്കാട് പള്ളി. അത് എനിക്ക് തോന്നുന്നു ബോർഡറായിട്ട് വരുന്നില്ല. ബോർഡറിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരള കർണാടക ബോർഡർ. അവിടുന്ന് കുറച്ചും കൂടെ ഉൾക്കാട്ടിലോട്ട് പോകണം. എന്നാലാണ് ശരിക്കും പറഞ്ഞാൽ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു കാപ്പിമല വ്യൂ പോയിൻ്റ് എന്ന രീതിയിൽ ഇങ്ങനെയാണ് വരുന്നത്. അതായത് പൈതൽമലയ്ക്ക് പോകുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. ചുറ്റിനും വെളുപ്പിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും എന്താ പറയുക, ഫുള്ള് കോടയാണ്. വെളുപ്പിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ സമയം ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. വെളുപ്പിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുഴുവൻ കോട ഇറങ്ങും. അപ്പോൾ പിന്നെ ഈ ഒരു വ്യൂ കിട്ടത്തില്ല. ഫുള്ള് കോടയായിരിക്കും. ഈ റോഡടക്കം ഞാൻ വെളുപ്പിനൊക്കെ വന്നിട്ടുണ്ട്. ഇന്നാളെ വന്നൊക്കെ വെളുപ്പിനാണ്. പക്ഷേ അപ്പോൾ പക്ക കോടയാണ്. ഈ വ്യൂ കിട്ടത്തുണ്ടാവില്ല. ഈ വ്യൂ കിട്ടണമെങ്കിൽ ഇച്ചിരി എന്താ പറയുക, വെയിലൊക്കെ ഒന്ന് കയറി കോടയ്ക്കൊന്ന് ഇറങ്ങണം. ആ സമയത്തെ ഈ വ്യൂ കിട്ടും. എനിക്ക് തോന്നുന്നു മോള് വരെ ഈ വ്യൂ തന്നെയാണ്. ഈ റോഡ് നേരെ പൈതൽമലയുടെ എൻട്രിയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടും കൂടി ഞാൻ കാണിച്ചു തരാം. അവിടെ വരെ പോകുന്നുണ്ട്. അവിടെ വരെ പോയിട്ടാണ് വേറെ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പം ആ റൂട്ടും ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഈ പറഞ്ഞ പോലെ എന്നോട് കുറച്ച് പേര് ചോദിച്ചു ഈ പോകുന്ന റൂട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞായിരുന്നത് വണ്ടി റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം എന്തായാലും മുന്നോട്ട് നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഇനി ഇവിടുന്ന് ആ പൈതൽമല റൂട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. ഇതിനിടയ്ക്ക് ഒരു വ്യൂ പോയിന്റും ഇതേപോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വ്യൂ കിട്ടുവാണെങ്കിൽ അവിടെ ഞാൻ നിർത്തി കാണിച്ചു തരാം. ആണ് പൈതൽമലയുടെ
എൻട്രൻസ്, അതായത് മഞ്ഞപ്പുല്ല്. ഇത് ഈ സ്ഥലം മഞ്ഞപ്പുല്ലാണ്. ഇവിടുന്ന് ഉള്ള എൻട്രൻസ് ആണ് ഇത്. ഏകദേശം ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോവാം. മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾ 15, ഫോറിനേഴ്സ് 100, ക്യാമറ 40. ഇപ്പോൾ എൻട്രി ഉണ്ട്, തുറന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് പോയിട്ടുണ്ട്. എൻട്രി ഏകദേശം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് എൻട്രി. വൈകിട്ട് 5 മണി വരെ എൻട്രി ഇല്ല, 5 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് താഴെ ഇറങ്ങണം. അപ്പോൾ ഏകദേശം ഒരു 2:30 വരെ ഇവർ കയറ്റി വിടും. രാവിലെ 9 മണിക്ക് കയറ്റി വിടും, 9 മണി മുതൽ 2:30 വരെ കയറ്റി കൊടുത്തുള്ളൂ ഈ സ്ഥലം. അതായത് പൈതൽമലയുടെ ഒരു സൈഡാണിത്, മഞ്ഞപ്പുല്ല് വഴി ഉള്ള എൻട്രൻസ്. മറ്റേത് അപ്പുറത്ത് കുടിയാമല പൊട്ടംപ്ലാവിൽ കൂടിയാണ് അടുത്ത എൻട്രൻസ്. ഈ 2 എൻട്രൻസാണ് പൈതൽമലയ്ക്കുള്ളത്. കുറച്ച് പേര് ഇതിനെ വൈതൽമല എന്നൊക്കെ പറയുന്നുണ്ട്, പഴയ രീതിയിലൊക്കെ തന്നെ. ഇപ്പം അതങ്ങനെ പറഞ്ഞ് പൈതൽമല ആയതാണ്. അപ്പം ഇങ്ങോട്ടുള്ള കാപ്പിമലയിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്, ഒറ്റ റോഡ്. ഇടയ്ക്ക് കുറച്ച് ഓഫ് റോഡ് ഉണ്ട്, കാരണം ടാർ റോഡ് തന്നെയായിരുന്നു. പക്ഷേ ഏകദേശം ഒരു നിയർലി ഒരു 700-800 മീറ്ററോളം ഒക്കെ ഓഫ് റോഡാണ്, ഫുള്ള് പൊളിഞ്ഞു പോയിട്ട് ഉള്ളതാണ്. നമ്മളിപ്പോൾ എന്തായാലും പൈതൽമലയിൽ കയറുന്നില്ല, വേറൊരു സ്ഥലത്തോടെയാണ് നമ്മൾ കയറുന്നത്. ഈ വഴിക്ക് കയറുന്നില്ല, വേറൊരു ട്രക്കിംഗ് ഏരിയ പോലെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ കയറാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് കൂട്ടുകാരുണ്ട്, അപ്പോൾ അവർ താഴെ വന്നിട്ടുണ്ട്, സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാപ്പിമല എന്നൊരു ഹൈ റേഞ്ചും എന്താ പറയുക പൈതൽമലയുടെ എൻട്രിയിലോട്ടുള്ള ഒരു സ്ഥലവും അതിൻ്റെ ഒരു കാഴ്ചകളെന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വല്ലാത്തൊരു കോട ഇപ്പോൾ ഇറങ്ങുന്നില്ല, പക്ഷേ തണുപ്പുണ്ട്. ഈവൻ ഇപ്പോൾ സമയം 12 മണി ആയിട്ടും ആ ഒരു തണുപ്പ് ഭയങ്കര പീസ്ഫുള്ളായിട്ട്. ഇവിടെ സൈഡ് മൊത്തം ഇത് കാടൊന്നുമല്ല, ഉള്ളിലൂടെയാണ് കാട് വരുന്നത്. പക്ഷെ അതിൻ്റെ ആ ഒരു തണുപ്പും എന്താ പറയുക ഭയങ്കര ഒരു കാമൻ ക്വയറ്റ് എന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ആൾക്കാർ ഒരുപാട് കയറി പോയിട്ടുണ്ട്. ഇവിടെ കാപ്പിമലയിൽ തന്നെ കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഹോം സ്റ്റേ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ താഴെ ഭാഗത്ത്. അതേപോലെ ഇവിടെ അപ്പർ സൈഡിലുണ്ട്, അതായത് പൊട്ടംപ്ലാവിൽ നിന്ന് കയറുന്ന അവിടെ പൈതൽ റിസോർട്ടൊക്കെ ആ സൈഡിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് എൻക്വയറി ചെയ്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ അന്വേഷിച്ചാൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് കിട്ടും. പക്ഷേ മലയിലിൻ്റെ അകത്തോട്ട് കയറ്റി വിടത്തില്ല, അവിടെ നിലവിൽ അകത്ത് സ്റ്റേ ഇല്ല. ഇപ്പം ഒരു ഇടയ്ക്ക് ഇത് കൂട്ടിയിട്ട് വരുന്നു. അപ്പം കൊറോണ എല്ലാം ഇപ്പോൾ ഒരു സൈഡ് ആയതുകൊണ്ട് ഇപ്പോൾ തുറന്നേക്കാണ്. രാവിലെ 9 മണി തൊട്ട് 2:30 വരെയാണ് എൻട്രി കൊടുക്കുന്നത്. ഒരാൾക്ക് അഡൽറ്റിന് അവിടെ കണ്ടേക്കുന്നത് 40 രൂപ 30 രൂപ കൊണ്ടാണ്. ക്യാമറയ്ക്കുണ്ട് 40 രൂപ. അങ്ങനെയൊക്കെയുള്ളവർ നോക്കിക്കൊണ്ടും വരിക. അപ്പം ഇതൊക്കെ തന്നെയാണ് കാപ്പിമല ഹൈ റേഞ്ചിൻ്റെയും ഈ പൈതൽമലയൊക്കെ ഉള്ള ഒരു എൻട്രൻസ്. അപ്പം പൈതൽമലയുടെ ട്രെക്കിംഗ് ആയിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതൊരു വീഡിയോ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്ക് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തണുപ്പുണ്ടല്ലോ, ഇപ്പോഴും ആ ഒരു ആംബിയൻസ് ഉണ്ട്. ചുറ്റുപാട് നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അതാണ് ഇന്നലെ മഴ പൊടിഞ്ഞായിരുന്നു, അതിൻ്റെ ആണോ എന്നറിയത്തില്ല. പക്ഷേ ഇപ്പോഴും വെയിലായി, നല്ലൊരു ചൂട് ഇങ്ങോട്ട് എത്തുന്നില്ല. നല്ല രസമുണ്ടെന്നാലും ഇത്രയും ഭാഗം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് റിസോർട്ടും കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നെയുണ്ട് എൻട്രി പോയിൻറ്റിന് അവിടെ ഉള്ള ഒരു സ്ഥലമാണിത്. റിസോർട്ടാണോ എന്നറിയത്തില്ല. നല്ല പക്ക വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ക്ലോസ്ഡ് ആണത്. അപ്പം എന്താ പറയുക പൈതൽമലയുടെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് വൈകാതെ നമുക്ക് പിന്നെ കാണാം. അതുവരെ